ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നമുക്കൊരു മാക്രോണി വെച്ചിട്ട് ഒരു പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാനൊരു 250 ml മാക്രോണി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ മാക്രോണി ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യമായ ഉപ്പും ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടുന്ന ഉപ്പിന് അങ്ങനെ പിടിക്കില്ല. അപ്പോൾ അതിനാവശ്യത്തിൽ ഉപ്പും കൂടി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് നന്നായി വെന്ത് കഴിഞ്ഞ് ഇത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ പാസ്ത ഉണ്ടാക്കാം. ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്താ വെച്ചാൽ ഇതിനൊരു പശവശപ്പാണ്, പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് ഇളക്കി വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. മാക്രോണി നല്ലോണം തിളച്ച് നന്നായി വെന്തിട്ടുണ്ട്. അത് കുറച്ച് സമയം പിടിക്കും കേട്ടോ വെന്ത് കിട്ടാൻ. അത് നമ്മൾ അതിനൊന്ന് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നല്ല വെന്ത് പാകത്തിന് വന്നിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് വെള്ളം ഊറ്റിയെടുക്കണം അതിൻ്റെ. അപ്പോൾ അതിന് ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് കോരിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് കുക്കിങ് തുടങ്ങാം. അപ്പോൾ മാക്രോണി കോരിയെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കേണ്ട ചേരുവകളെന്താ പറയാം. മാക്രോണി വെച്ചിട്ടുണ്ട്, ഒരു 2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് ബട്ടറും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം. ഇനിയിപ്പോൾ നമ്മുടെ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലത്തേക്കൊരു കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതായി വരുമ്പോൾ നമുക്ക് ഇത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചതുണ്ട്, ഒരു 5 അല്ലി വെളുത്തുള്ളി അതിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൽ മൂപ്പിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര മൂത്ത് ഇങ്ങനെ വരണ്ട, ബ്രൗൺ കളർ ആവുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചച്ചവ മാറുന്ന ഇതിൽ ആക്കിയെടുക്കാം. അതിലത്തേക്ക് നമുക്ക് മൈദ ചേർക്കാനുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു തിക്നെസ്സോട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മൈദ ചേർക്കുന്നുണ്ട്. ഒരു 2 സ്പൂണ് മൈദ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ ചെറുതീയിലാണ് വെച്ചിട്ടുള്ളത്. അത് പ്രത്യേകം ഓർക്കണം, ചെറുതീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. എന്താ വെച്ചാൽ പെട്ടെന്ന് അടിക്കുടിക്കുന്ന സാധനങ്ങളാണ്. ഇനിയിപ്പോൾ ഈ മൈദേനെ ഒന്ന് നമ്മൾ ഈ ബട്ടറിൽ ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാല് കുറച്ച് ഒഴിച്ചിട്ട് ഇതിൻ്റെ കട്ടയില്ലാത്ത രീതിയിൽ ഇളക്കിയെടുക്കണം. ഇതിനെ പെട്ടെന്ന് കട്ടയായി പോകും. അപ്പോൾ അതുകൊണ്ട് കൈവിടാതെ ഇളക്കണം. ഇളക്കിയിട്ട് ഇതിൻ്റെ ഈ കട്ടയില്ലാത്ത രീതിയിൽ ഇതിനൊന്ന് ചൂടാക്കിയെടുക്കണം. കുറച്ചും പാൽ ഒഴിച്ചാൽ മതി. ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് കട്ട കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ചും പാൽ ഒഴിച്ചിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല ക്രീമി രൂപത്തിലായിട്ട് കിട്ടും ഇതിനെ. അപ്പോൾ പാലെല്ലാം ചേർത്ത് നല്ല ക്രീമി രൂപത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. കുറച്ചും ചില്ലി ഫ്ലെക്സും കൂടി വേണം, അത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് ചേരുന്നതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം അതിലേക്ക്. മാക്രോണിക്ക് നേരത്തെ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട, നമുക്ക് ഈ ക്രീമിന് വേണ്ടി മാത്രം മതി അത്. ഇനിയിപ്പോൾ നമ്മളെ മാക്രോണിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് ഊറ്റി വെച്ചിരുന്ന ലേശം വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു തിക്നെസ് കിട്ടും അത്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചില്ലി ഫ്ലെക്സ് കുറച്ച് ഇട്ട് കൊടുക്കാനുണ്ട്. നമ്മുടെ പാസ്തയുടെ ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു. കുറച്ചും കൂടി ബട്ടർ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീസും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. പക്ഷേ എനിക്ക് ചീസ് കിട്ടിയിട്ടാണ് പോയിരിപ്പം. അപ്പോൾ നമ്മൾ ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, അത് നമ്മളെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല
ജ്യൂസി ആയിട്ടുള്ളൊരു പാസ്തയാണ് അല്ലേ. അതിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.